പക്ഷെ വളരെ സന്തോഷമില്ലേ, ആളുകളൊക്കെ ഇത്രയും കൺസേൺഡ് ആണ്, നമ്മൾ എന്നാണ് കല്യാണം കഴിക്കുന്നത്, എന്നാണ് കുട്ടി അത് വലിയ സന്തോഷമില്ല കേട്ടോ, അത് ഒട്ടും സന്തോഷമില്ല. കാരണം അത് നമുക്കുണ്ടാവില്ലേ കുറച്ചൊക്കെ പ്ലാനുകൾ, വേറെ അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനനുസരിച്ച് നമുക്കൊരു ഇഷ്ടങ്ങളില്ലാതായി മാറും. അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ സ്ട്രെസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഏതായാലും അതെല്ലാം കഴിഞ്ഞു, ഇങ്ങനെ ഈ ഒരു ഫേസിൽ വരെ എത്തി. അപ്പൊ നമ്മൾ പൊതുവെ പറയേ, ഈ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതൊന്നും നാട്ടുകാരെ വിളിച്ചറിയിക്കരുത്, പരമാവധി നമ്മളിത് രഹസ്യമാക്കി വെക്കണം എന്നൊക്കെ പറയും. പക്ഷെ അസ്ല അല്ലെ ഹില ആ കാര്യത്തിലൊക്കെ ഒട്ടും അങ്ങനെ മടിച്ചു നിന്ന ഒരാളെ അല്ല. നമ്മുടെ സന്തോഷം എല്ലാവരെയും അറിയിക്കണമെന്ന് ആദ്യമേ ചിന്തിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസിന്റെ കഥകളും ഒക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെയെങ്കിലും പേടി തോന്നിയോ, ഇത് ഞാൻ ആദ്യമേ വിളിച്ച് പറയണ്ടായിരുന്നു, കുറച്ച് വെയിറ്റ് ചെയ്യായിരുന്നു? ഞാൻ പക്ഷെ വീഡിയോ ഇട്ട ഉടനെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ കുറേ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞു, നീ ഇതിനിപ്പോൾ അനൗൺസ് ചെയ്ത് 3 months കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്താൽ പോരെ. പിന്നെ എൻ്റെ വീട്ടുകാരൊക്കെ എപ്പോഴും പറയായിരുന്നു, മോളെ ഇപ്പം അനൗൺസ് ചെയ്യരുത്. ഞാൻ ഒരു സുപ്രഭാതത്തിൽ എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു ഞാൻ ആ കൊടുത്ത അനൗൺസ്മെന്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് എന്നെ വിളിച്ച് എന്നെ കുറേ ചീത്ത പറഞ്ഞു. പിന്നെ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് ജീവിതത്തിൽ വന്നൊരു സന്തോഷമാണ്. അത് എന്താവും എന്നുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ പ്രസവം കഴിയുന്നവരെ ആ ഒരു ടെൻഷൻ ഉണ്ട്.